അപ്പൊ ഗൈസ് ഞാൻ നാട് വിടാൻ പോവാണ്. സോ വെൽക്കം ടു ദി ഡേ 1 ഓഫ് അവർ രാമേശ്വരം വ്ളോഗ്. അങ്ങനെ ഞാൻ വേഗം റെഡിയായി. പിന്നെ കൂടെ ഇങ്ങനെ മണത്ത് നോക്കണത് തുമ്മാനുള്ള ടെൻഡൻസി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഇനി പണ്ടാരം മുടിയൊന്നും നേരെ ആവാത്ത പോലെ എനിക്കൊന്ന് തോന്നി. കാരണം രാത്രിയിലായിരുന്നു ഞാൻ ഷാമ്പു വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് കറങ്ങി തിരിഞ്ഞ് നോക്കിയിട്ട് നമുക്കിനി വേഗം പോവാം. പത്തനാപുരം എത്തും മുന്നേ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. പക്ഷെ ഈ മഴ നമുക്ക് തമിഴ്നാട്ടിലില്ലാത്തതുകൊണ്ട് അത്ര വലിയ കുഴപ്പമില്ല. നമ്മൾ പോകുന്നത് പുല്ലൂർ ആര്യങ്കാവ് തെന്മല വഴിയാണ്. അങ്ങനെ ആര്യങ്കാവ് റെയിൽവേ ബ്രിഡ്ജ് ഒക്കെ കണ്ട് അങ്ങനെ പോയി നമ്മൾ ചെങ്കോട്ട എത്തിയപ്പോഴേക്കും ഒട്ടും മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് നല്ല രസമാണ്. അല്ലെങ്കിൽ ഈ തമിഴ്നാടൊക്കെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. പക്ഷെ എനിക്ക് ചെറുതായിട്ടൊന്നും ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ അങ്ങോട്ട് നോക്കിയിരുന്നു. ചെങ്കോട്ട മധുര വഴിയല്ല കേട്ടോ നമ്മൾ രാമേശ്വരം പോകുന്നത്. പകരം ചെങ്കോട്ടയിൽ നിന്ന് ഷോർട്ട് കട്ട് കയറി മധുര ടച്ച് ചെയ്യാണ്ടാണ് നമ്മൾ പോകുന്നത്. എന്നാലും ഈ സ്ഥലങ്ങളും കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ചിലയിടത്തൊക്കെ ഇങ്ങനെ ഏക്കറോളം കാറ്റാടി മാത്രമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് ബോറടിക്കും. പിന്നെ ആ ബോറടി മാറ്റാൻ ഇങ്ങനെ ലൈസ് ഒക്കെ കഴിക്കുന്നത് നല്ലതാ. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഒരു കട കണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. കാരണം ഇനി അങ്ങോട്ട് പോകുന്നിടത്ത് അങ്ങനെ ഫുഡ് കഴിക്കാൻ കടയൊന്നും കാണൂല. ഈ ഒരു സ്ഥലം കാണാൻ മറ്റേ തെരിക്കാട് പോലെ ഉണ്ടായിരുന്നു. ഫുൾ ഇങ്ങനെ റെഡ് കളറിലെ മണ്ണായിരുന്നു. അങ്ങനെ നമ്മൾ ഇഡ്ഡലി ആയിരുന്നു വാങ്ങിയത്. കൊള്ളൂലെന്നായിരുന്നു ആദ്യം നമ്മൾ വിചാരിച്ചത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നോക്കി എന്റെ ലിപ്സ്റ്റിക് കണ്ടോ, ഒട്ടും പോയിട്ടില്ല. ഫുഡ് പ്രൂഫ് ആണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി. വീണ്ടും നമുക്ക് കുറേ പോകാനുണ്ട്. ഇവിടാണ് ഒടുക്കത്തെ വെയിലും ആണല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു തള്ളത്ത് ഒന്നിറങ്ങി നിന്നിട്ടൊക്കെ റിലാക്സ് ചെയ്തിട്ടായിരുന്നു നമ്മൾ വീണ്ടും പോയിട്ടുണ്ടായിരുന്നത്. കാര്യം എന്തൊക്കെയാണെങ്കിലും ഈ സ്ഥലങ്ങളൊക്കെ നേരിട്ട് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കണ്ടാൽ മനസ്സിലാവോന്ന് അറിയില്ല. ഈ ഒരു സ്ഥലം നിറയെ ആടായിരുന്നേ. അതിനെ എല്ലാത്തിനായിട്ടും നോക്കാനായിട്ട് ഒറ്റ ഒരാളെ ഉണ്ടായിരുന്നുള്ളു. പിന്നെ ചെറുതായിട്ടൊരു ഉറക്കവും കഴിഞ്ഞ് ഒരു കഫേയിലെത്തിയപ്പോൾ ഞാൻ ഒന്ന് എണീറ്റു. ഇവര് പറഞ്ഞു ഇവിടുത്തെ ചായ നല്ല ടേസ്റ്റാ, കുടിച്ചു നോക്കാൻ. ഉറക്കത്തിന്റെ മൂഡിൽ ബോധമില്ലാതിരുന്ന ഞാൻ അതങ്ങോട്ട് സമ്മതിച്ചു. പക്ഷെ പിന്നാണ് മനസ്സിലായത് ഞാൻ ഇടപെടലം 3G ആയെന്ന കാര്യം. കാരണം അമ്മാതിരി ചൂട് പുറത്ത്, അതിന്റെ കൂടെ ചൂട് ചായ അകത്തോട്ട്. അപ്പോഴേക്കും ഒരുമാതിരി പൊള്ളുന്നൊരവസ്ഥയായിരുന്നു. പിന്നെ ആ ഒരു ക്ഷീണം മാറ്റാൻ എഗ് ചീസ് ബ്രെഡ് സാൻഡ്വിച്ച് വാങ്ങിച്ചേ. പക്ഷെ അതിനാണ് കുറച്ച് ഉപ്പും കൂടുതലായിരുന്നു. ഈ കാണുന്ന പനയൊക്കെ മറ്റേ കരിപ്പോട്ടി എന്ന് പറയുന്ന സാധനത്തിന്റെ ആണ് ട്ടാ. പിന്നെ ഇതാണ് ഉപ്പുപാടം. ഇവിടാണ് കുറേ ഉപ്പുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഉപ്പുപാടത്തിൽ ഉപ്പല്ലേ ഉണ്ടാവുക. ഇങ്ങനെ ലാസ്റ്റ് നമ്മൾ മണ്ഡപം എത്തി. ഈ മണ്ഡപം എന്ന മെയിൻ ലാൻഡിൽ നിന്ന് രാമേശ്വരം എന്ന ഐലൻഡിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള പാമ്പൻ പാലത്തിലേക്കാണ് കേട്ടോ നമ്മളിനി കയറാൻ പോകുന്നത്. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സീ ബ്രിഡ്ജ്. ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് സീ ബ്രിഡ്ജ് ഇതായിരുന്നു. പക്ഷെ 2010 ഇതിനേക്കാൾ കുറച്ചുകൂടി ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു സീ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന കേട്ടോ പുതിയ പാമ്പൻ റെയിൽവേ പാലം. എന്ത് ഭംഗിയാണെന്നറിയോ ഇത് കാണാനായിട്ട്. അത് ഈ ബേ ഓഫ് ബംഗാളിന്റെ ആ ഒരു കളർ ഉണ്ടല്ലോ, ആ ഒരു കളർ തന്നെ എന്ത് രസമാണ്. പിന്നെ ഇത്രയും ബോട്ട് അങ്ങനെ ഇട്ടിരിക്കുന്നതും കാണാൻ സത്യം പറഞ്ഞാൽ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. പക്ഷെ അധികം നേരം ഇത് കണ്ടു നിൽക്കാൻ പോലീസ് സമ്മതിക്കില്ല കേട്ടോ. ബ്ലോക്ക് ഉണ്ടാവാണ്ടിരിക്കാനാണെന്ന് തോന്നുന്നു. എന്നിട്ട് നമ്മൾ നേരെ അബ്ദുൽ കലാം സാറിന്റെ മ്യൂസിയത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഫോൺ അലൗഡ് ആയിരുന്നില്ലേ. അവിടെ ആണെങ്കിൽ കലാം സാറിനെ നേരിട്ട് കണ്ട പോലെ തോന്നിക്കുന്ന വാക്സിന്റെ സ്റ്റാച്യു ഉണ്ടായിരുന്നേ. എന്നിട്ട് ഇന്ന് നമ്മൾ രാമേശ്വരത്ത് ഒരു റൂമും എടുത്തു. അപ്പൊ ബാക്കി നാളെ.